ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം കേൾക്കണ്ടേ? ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകമാണല്ലോ കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ പുനരാഖ്യാനം സിപ്പി പള്ളിപ്പുറം. അതിലെ ഒന്നാമത്തെ കഥയായ വരരുചി തൊട്ട് 13ാമത്തെ കഥ നാറാണത്തു ഭ്രാന്തനും ചുടലഭദ്രകാളിയും വരെ നമ്മൾ കൊച്ചു കൊച്ചു കഥകളാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. വ്യൂസ് വളരെ കുറവായതുകൊണ്ടാണ് ഡെയിലി അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇന്നത്തെ കഥയിലേക്ക് കിടക്കട്ടെ. കായംകുളം കൊച്ചുണ്ണിയും കദളിക്കുലയും. കായംകുളം കൊച്ചുണ്ണിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു തസ്കര പ്രമാണിയായിരുന്നു പനച്ചോന്നി വേലു. കായംകുളത്തിനടുത്തു തന്നെയായിരുന്നു വേലുവും താമസിച്ചിരുന്നത്. മോഷണകലയിൽ രണ്ടുപേരും ഒരുപോലെ സമർത്ഥരായിരുന്നു. ഉറ്റ ചങ്ങാതിമാരായിട്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജന്മിമാരുടെയും പണക്കാരുടെയും വീടുകൾ കൊള്ളയടിക്കുന്നതിലായിരുന്നു കൊച്ചുണ്ണിക്കും വേലുവിനും കൂടുതൽ താല്പര്യം. കിട്ടുന്നതിൽ കൂടുതലും അവർ നിന്ദിതരും പീഡിതരുമായ പാവങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. കായംകുളം കൊച്ചുണ്ണി ഒരേ സമയം കള്ളനും പാവങ്ങളുടെ രക്ഷകനുമായിരുന്നു. പാവങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ കൊച്ചുണ്ണി എന്നു മുന്നിലുണ്ടായിരുന്നു. എങ്കിലും ബുദ്ധിയിലും സാമർഥ്യത്തിലും താനാണ് മുമ്പൻ എന്നൊരു അഹംഭാവം കൊച്ചുണ്ണിക്കുണ്ടായിരുന്നു. കൊച്ചുണ്ണിയുടെ ഈ അഹംഭാവത്തിന് നല്ലൊരു കൊട്ടുകൊടുക്കണമെന്ന് പനച്ചോന്നി വേലുവിന് തോന്നി. അവൻ അതിനുള്ള അവസരത്തിനായി കാത്തിരുന്നു. ഒരിക്കൽ കൊച്ചുണ്ണി വേലുവിനെ തേടി വീട്ടിലെത്തി. പലതും സംസാരിക്കുന്നതിനിടയിൽ കൊച്ചുണ്ണിയുടെ നോട്ടം വേലുവിൻ്റെ വീട്ടുവളപ്പിലേക്ക് നീണ്ടു. അപ്പോഴതാ അവിടെയൊരു കൂറ്റൻ കദളി വാഴക്കുല മൂത്ത് ചിനച്ച് കിടക്കുന്നു. വേലു വാഴക്കുല വെട്ടി ഉടനെ അകത്താക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് റാഞ്ചും, കൊച്ചുണ്ണി ഓർമ്മപ്പെടുത്തി. ആ പൂതി മനസ്സിലിരിക്കട്ടെ. പനച്ചോന്നിയുടെ വാഴക്കുല മോഷ്ടിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആര് വിചാരിച്ചാലും സാധ്യമല്ല, വേലു തീർത്തു പറഞ്ഞു. അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നോളൂ, കണ്ടറിയാത്തവൻ കൊണ്ടറിയും, കൊച്ചുണ്ണി മുന്നറിയിപ്പ് നൽകി. ഈ നിൽക്കുന്ന കൊലകൊമ്പൻ കൊച്ചുണ്ണി മായാവിയായി വന്നാലും വാഴക്കുല കൊണ്ടുപോകാൻ പറ്റില്ല, വേലു തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ ബദരീങ്ങളാണേ സത്യം, 3 ദിവസത്തിനകം ഈ വാഴക്കുല കൊച്ചുണ്ണിയുടെ പത്തായത്തിലുണ്ടാകും. കൊച്ചുണ്ണിക്കും വാശിയായി. എന്നാലേ ഞാൻ എൻ്റെ മീശയുടെ പാതി വടിച്ചു കളയും. തീർന്നില്ല, കൊച്ചുണ്ണിക്കൊരു സ്വർണ്ണമോതിരം ഇട്ടുതരും. വേലു തൻ്റെ കൈപ്പത്തി നിവർത്തി കൊച്ചുണ്ണിയുടെ കൈപ്പത്തിയിൽ അടിച്ചു. താമസിയാതെ കൊച്ചുണ്ണി തികഞ്ഞ വാശിയോടെ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയി. കൊച്ചുണ്ണി പോയതോടെ വേലുവിന് അങ്കലാപ്പായി. തീരുമാനിച്ചതെന്തും അതേപടി നടപ്പാക്കുന്നവനാണ് കൊച്ചുണ്ണി. അവൻ്റെ മുന്നിൽ തോറ്റിട്ട് പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. കണ്ണിമ്മ പൂട്ടാതെ കാവൽ നിന്നില്ലെങ്കിൽ കദളിക്കുലയുമായി കൊച്ചുണ്ണി പോകും, തീർച്ച. വേലുവിൻ്റെ ഓലപ്പുരയുടെ തൊട്ടരികത്താണ് വാഴ നിന്നിരുന്നത്. ഓല വകഞ്ഞു മാറ്റിയിട്ട് വേലു തൻ്റെ കട്ടിൽ കൊണ്ടുവന്ന് വാഴച്ചുവട്ടിലിട്ടു. വാഴക്കുലയുടെ അറ്റത്തായി ഒരു ചിരട്ടയിൽ വെള്ളം നിറച്ച് കെട്ടി തൂക്കിയിട്ടു. കുലയിൽ ആരെങ്കിലും തൊട്ടാൽ ചിരട്ടയിലെ വെള്ളം തുളുമ്പി പനച്ചോന്നിയുടെ മുഖത്ത് വീഴും. അപ്പോൾ ഉണർന്ന കള്ളനെ കൈയോടെ പിടികൂടാമല്ലോ. രാത്രിയായപ്പോൾ വേലു കട്ടിലിൽ വന്ന് കിടന്നു. ഒരു കുഴപ്പവും കൂടാതെ ദിവസങ്ങൾ 2 കടന്നുപോയി. ഒരു കള്ളനും അതുവഴി വന്നില്ല. 3ാം ദിവസം രാത്രിയായി. പതിവ് പോലെ വേലു കട്ടിലിൽ കിടന്നു. 2 ദിവസത്തെ ഉറക്കച്ചടവ് മൂലം അവൻ കിടന്ന പാടെ കൂർക്കം വലിച്ച് ഉറക്കമായി. നേരം പാതിരാവായപ്പോൾ കൊച്ചുണ്ണി ശബ്ദമുണ്ടാക്കാതെ വേലുവിൻ്റെ വീട്ടുവളപ്പിലെത്തി. തന്ത്രശാലിയായ വേലു എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികൾ ഒപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കൊച്ചുണ്ണിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു.
കൊച്ചുണ്ണി മെല്ലെ മെല്ലെ വേലുവിൻ്റെ പുരപ്പുറത്ത് കയറിപ്പറ്റി. കയ്യിലുള്ള റാന്തൽ വിളക്കുയർത്തി വാഴക്കുലയിൽ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ചിരട്ടയിലെ വെള്ളം കണ്ടത്. വേഗം ഒരു പപ്പായയുടെ തണ്ടൊടിച്ച് കുഴലുപോലെയാക്കി ആ വെള്ളം വലിച്ചെടുത്ത് തുപ്പിക്കളഞ്ഞു. പിന്നെ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ വാഴക്കുല വെട്ടിയെടുത്തു. വാഴക്കുലയും തലയിലേറ്റി കൊച്ചുണ്ണി വേഗത്തിൽ നടന്നു നീങ്ങി. വമ്പൻ കുലയായതിനാൽ നല്ല ഭാരമുണ്ടായിരുന്നു. കുറേ ദൂരം നടന്ന് മുതുകുളത്തെത്തിയപ്പോൾ കൂട്ടുകാരൻ മൊയ്തീൻ്റെ വീടിനെ പറ്റി ഓർത്തു. അവിടെ ചെന്നപ്പോൾ മൊയ്തീൻ വീട്ടിലുണ്ടായിരുന്നില്ല. മുതുകിലേറ്റിയ കുലയുമായി കൊച്ചുണ്ണി പിന്നെയും മുന്നോട്ട് നടന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി കേട്ടത്. കൊച്ചുണ്ണി, നിൽക്ക്! തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ മൊയ്തീൻ ഓടി വരുന്നു. ഇനി കുല ഞാൻ ചുമന്നോളാം. കൊച്ചുണ്ണി വാഴക്കുല അവനെ ഏൽപ്പിച്ചു. ഇരുവരും മുന്നോട്ട് നടന്നു. വീട്ടിലെത്തിയ ഉടനെ കുലയെടുത്ത് പത്തായത്തിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മൊയ്തീനെ, നീ പത്തായപ്പുറത്ത് കിടന്നോളൂ. പനച്ചോന്നിയെ വിശ്വസിച്ചുകൂടാ. പറഞ്ഞതുപോലെ മൊയ്തീൻ പത്തായപ്പുറത്ത് കിടന്നു. കൊച്ചുണ്ണി അകത്തെ കട്ടിലിലും കിടന്നു. കൊച്ചുണ്ണിയുടെ മനസ്സിൽ സന്തോഷം അലയടിക്കുകയായിരുന്നു. എത്ര അനായാസമാണ് പനച്ചോന്നിയെ പറ്റിച്ച് കുല കയ്യിലാക്കിയത്. പിറ്റേന്ന് കൊച്ചുണ്ണി പുലരും മുമ്പേ ഉണർന്നു. ഉണർന്ന പാടെ വേലുവിൻ്റെ വീട്ടിലേക്കാണ് ഓടിയത്. എന്താ ചങ്ങാതി ഇത്ര നേരത്തെ? അല്ല, കൊച്ചുണ്ണിയോട് കളിച്ചാൽ പുളി പിടിക്കുമെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? അവൻ ചോദിച്ചു. എന്താ, എന്തുണ്ടായി? വേലു ചോദിച്ചു. വീരശൂരൻ പനച്ചോന്നിയുടെ വാഴക്കുല ഇപ്പോൾ നമ്മുടെ പത്തായത്തിലാ ആയില്ലേ? കൊച്ചുണ്ണി വിജയഭാവത്തിൽ ചോദിച്ചു. തുള്ളല്ലേ കൊച്ചുണ്ണി, തുള്ളല്ലേ, ഇങ്ങോട്ട് വാ, വേലു കൈകാട്ടി വിളിച്ചു. കൊച്ചുണ്ണി അങ്ങോട്ട് ചെന്നു. വേലു വേഗം മുറി തുറന്നു കാണിച്ചു. എന്തതിശയം! വാഴക്കുലയതാ വേലുവിൻ്റെ മുറിയിലിരിക്കുന്നു. കൊച്ചുണ്ണിക്കത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. താൻ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു എന്ന് കൊച്ചുണ്ണിക്ക് ബോധ്യമായി. എങ്കിലും അതിനുള്ളിലുണ്ടായ തന്ത്രമൊന്നും അവന് പിടികിട്ടിയില്ല. നാണക്കേടുകൊണ്ട് അതൊന്നും ചോദിച്ചു മനസ്സിലാക്കാൻ അവൻ ആഗ്രഹിച്ചതുമില്ല. എന്തിനു പറയുന്നു, അതേക്കുറിച്ച് രണ്ട് കള്ളന്മാരും കമാന്നൊരക്ഷരം മിണ്ടിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വേലു തന്നെയാണ് കൊച്ചുണ്ണിയോട് കുലമാറ്റത്തിൻ്റെ രഹസ്യം പറഞ്ഞത്. കൊച്ചുണ്ണി, അന്ന് രാത്രിയിൽ മൊയ്തീനായി വേഷം മാറി വന്നതും പത്തായത്തിന് കാവൽ കിടന്നതും ഞാനായിരുന്നു. നിന്റെ ഡമ്പൊന്ന് കുറയ്ക്കണമെന്നും കരുതിയാണ് ഞാൻ ഈ വിദ്യ പ്രയോഗിച്ചത്. എങ്ങനെയുണ്ട്? വേലു ഒരു കള്ളച്ചിരി ചിരിച്ചു. ഒരു കള്ളച്ചിരിയോടെ കൊച്ചുണ്ണിയെ നോക്കി. വേലു, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണു. എനിക്ക് ചെറിയൊരു സംശയം പോലും തോന്നിയില്ല. ഇത്ര വലിയ വിരുത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? കായംകുളം കൊച്ചുണ്ണി കുലുങ്ങി ചിരിച്ചുകൊണ്ട് പനച്ചോന്നി വേലുവിനെ കെട്ടിപ്പിടിച്ചു. അടുത്ത ഭാഗം പാക്കനാരുടെ അത്ഭുത വിദ്യ. ഒരിക്കൽ പാക്കനാർ പ്രതാപമുള്ള ചില നമ്പൂതിരി ഇല്ലങ്ങളിൽ കയറി ചെന്നു. പക്ഷേ എന്തു പ്രയോജനം? അവരെല്ലാം ആ പാവത്തെ ആട്ടിയോടിച്ചു. ഛി, വർക്കത്ത് കേട്ട അശ്രീകരം. നേരം പുലരുന്നതേയുള്ളൂ, അതിനു മുൻപ് കയറി വന്നിരിക്കുന്നു കടക്ക് പുറത്ത്. നമ്പൂതിരിമാരുടെ ആട്ടും തുപ്പും കേട്ട് പാക്കനാർ നട്ടുച്ചയാവോളം അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു. ഒന്നും കിട്ടിയില്ല. കത്തിക്കാളുന്ന വിശപ്പ്. ഇനി എന്താ ചെയ്യുക? പൊന്നിലഞ്ഞിയും കനകാംബരവും പൂത്തു നിൽക്കുന്ന ഒരു പഴയ ഇല്ലത്തിൻ്റെ മുറ്റത്ത് അദ്ദേഹം താമസിയാതെ എത്തിച്ചേർന്നു. ക്ഷീണം കൊണ്ട് നടക്കാൻ പോലും വയ്യ. കയറി ചെന്ന പാടെ അദ്ദേഹം അവിടെ കുത്തിയിരുന്നു. തമ്പുരാട്ടി, വല്ലതും തരണേ, അടിയന് തല കറങ്ങിയിട്ട് വയ്യ. ഇല്ലത്തെ അപ്പൻ നമ്പൂതിരി ഇറയത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പാക്കനാരുടെ യാചന കേട്ടതായി പോലും ഭാവിച്ചില്ല. എങ്കിലും അവിടുത്തെ തമ്പുരാട്ടി അത് കേട്ടു. അവർ ഒരു വലിയ കിണ്ണം നിറയെ പാൽക്കഞ്ഞി കൊണ്ടുവന്ന് പാക്കനാരുടെ മുന്നിൽ വെച്ചു കൊടുത്തു.
അദ്ദേഹം ആർത്തിയോടെ അത് മുഴുവൻ മോന്തി കുടിച്ചു. ദയാലുവായ ആ തമ്പുരാട്ടിയോട് പാക്കനാർക്ക് വലിയ സ്നേഹവും ആദരവും തോന്നി. അദ്ദേഹം പറഞ്ഞു, അമ്മയുടെ കാരുണ്യം അടിയൻ്റെ വിശപ്പകറ്റി. ഇതിന് എന്തു പ്രതിഫലമാണ് തരേണ്ടതെന്ന് അടിയൻ അറിഞ്ഞുകൂടാ. ഇതിന് പ്രതിഫലമൊന്നും വേണ്ട. വിശക്കുന്നവന് കഞ്ഞി കൊടുക്കുന്നത് ഒന്നും കിട്ടാനല്ല, അതൊരു പുണ്യപ്രവൃത്തി മാത്രമാണ്, തമ്പുരാട്ടി അറിയിച്ചു. എങ്കിലും ഈ ഇല്ലത്ത് എന്തെങ്കിലും ഒരത്യാഹിതമുണ്ടായാൽ അടിയനെ അറിയിക്കാൻ മറക്കരുത്. അമ്മയ്ക്ക് നന്മ വരും. പാക്കനാർ നിറഞ്ഞ മനസ്സോടെ തമ്പുരാട്ടിയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. ഒരു ദിവസം പാക്കനാർ ഭിക്ഷാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഒട്ടും വിചാരിച്ചിരിക്കാതെ അദ്ദേഹം എത്തിച്ചേർന്നത് മുമ്പൊരിക്കൽ പാൽക്കഞ്ഞി വിളമ്പിക്കൊടുത്ത ദയാലുവായ ആ തമ്പുരാട്ടിയുടെ ഇല്ലത്തിന് സമീപമാണ്. പാക്കനാർ നന്ദിപൂർവം ആ വീട്ടുമുറ്റത്തേക്ക് നോക്കി. അപ്പോൾ കണ്ടതോ, അവിടെ മുഴുവൻ ആളുകൾ തിങ്ങി നിൽക്കുന്നു. എന്താണാവോ വിശേഷം? അങ്ങോട്ട് കയറി ചെന്നാൽ താഴ്ന്ന ജാതിക്കാരനെന്ന പേരിൽ അവർ തന്നെ ആട്ടിയോടിക്കും. പിന്നെ എന്താണൊരു മാർഗം? പാക്കനാർ വീട്ടുപടിക്കൽ നിന്നിട്ട് വിളിച്ചു. ദാഹിച്ചു പൊരിഞ്ഞു വരുന്ന പിച്ചക്കാരനാണേ, എന്തെങ്കിലും തരണേ. ഈ വിളിച്ചു കൂവൽ കേട്ടപ്പോൾ അവിടെ കൂടി നിന്നവർ ഒന്നടങ്കം ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ഒരാൾ അലറി, ആരാടാ അത്? ചത്ത വീട്ടിലാണോ പിച്ചയ്ക്ക് വരുന്നത്? വകതിരിവില്ലാത്ത തെണ്ടി, കടന്നു പോയിനടാ. കുറേ പേർ ഓടി വന്ന് പാക്കനാരെ തള്ളി പുറത്താക്കാൻ ശ്രമിച്ചു. അപ്പോൾ പാക്കനാർ പറഞ്ഞു, അടിയന് പിച്ച തരേണ്ട, ചത്ത ആളുടെ ശവം ഒന്ന് കാണിച്ചു തരാൻ ദയവുണ്ടായാൽ മതി. ഹോ, ഈ അസത്തിനെ അകത്തേക്ക് കടത്തരുത്. ഇല്ലവും പരിസരവും അശുദ്ധമാകും. ആട്ടിവിട്ടോളൂ. ഒരു വയസ്സൻ നമ്പൂതിരി വാശി പിടിച്ചു. മുറ്റത്ത് നടക്കുന്ന ഈ ഒച്ചയും ബഹളവും ഒക്കെ അകത്തിരുന്ന് തമ്പുരാട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്ത് നിന്ന് യാചിക്കുന്ന ആളെ തമ്പുരാട്ടി തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, ആ മനുഷ്യൻ ശവശരീരം ഒന്ന് കണ്ടോട്ടെ, ആരും തടയേണ്ട. ഇതോടെ പാക്കനാർ അകത്തേക്ക് കയറി. അവിടെ മരിച്ചു കിടക്കുന്നത് തമ്പുരാട്ടിയുടെ ഭർത്താവാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. കുറേ നേരം നീണ്ടുനിന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ജഡത്തിൻ്റെ നെറുകയിൽ ഒന്ന് തൊട്ടു. അത്ഭുതം! ആ നിമിഷത്തിൽ മരിച്ചു കിടന്ന നമ്പൂരച്ചൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നെഴുന്നേറ്റ് ചുറ്റും നിന്നവരോട് കുശലം പറയാൻ തുടങ്ങി. ഈ മഹാത്ഭുതം കണ്ട് ആളുകൾ അമ്പരന്നു. തമ്പുരാട്ടിയുടെ ഹൃദയം സന്തോഷത്താൽ വിങ്ങിപ്പൊട്ടി. പാക്കനാർ വെറുമൊരു പിച്ചക്കാരനല്ലെന്നും ദിവ്യശക്തിയുള്ള ഒരു മഹാത്മാവാണെന്നും അവർക്കെല്ലാം ബോധ്യമായി. അവർ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ മഹത്വമുള്ളവനാക്കുന്നത് ജാതിയല്ല, അവനിലുള്ള നന്മയാണ്. നിങ്ങളും നന്മയുടെ നിറകുടങ്ങളാകാൻ ശ്രമിക്കൂ. അദ്ദേഹം അവിടെ കൂടി നിന്നവരെ ഉപദേശിച്ചു. അതിനുശേഷം ഒരു സാധാരണ പിച്ചക്കാരനെ പോലെ തൻ്റെ കുടിലിനെ ലക്ഷ്യമാക്കി നടന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗമായ ആവണമനയ്ക്കൽ ഗോപാലൻ എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.